അങ്ങനെ ഡീകമ്പോസിഷൻ വെച്ച താമരപ്പൂവിന്റെ ഇതളുകൾ ഏകദേശം 48 മണിക്കൂർ നമ്മൾ വെച്ചു കറക്റ്റ് ഒരു റിസൾട്ട് കിട്ടാൻ ഏകദേശം ഈ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിന്റെ അവസ്ഥ. നമുക്കറിയാം ഇതിപ്പോൾ ഒരു സ്ട്രോങ് ബേസിക് നേച്ചർ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ നമുക്കത് pH പേപ്പർ വെച്ചിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൊത്തത്തിൽ ചെക്ക് ചെയ്തു തോന്നുന്നു. അങ്ങനെ നമ്മുടെ pH പേപ്പർ വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്പർ 14, അതായത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് ആണ്. അപ്പോൾ ഭയങ്കര ബേസിക് നേച്ചർ ആയിട്ട് നിൽക്കുന്ന നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ന്യൂട്രൽ ആക്കണം. അതിനുവേണ്ടി നമ്മൾ ആസിഡ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl. അപ്പോൾ നമ്മൾ ഈ സംഭവം ഒന്ന് ഡൈല്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ സ്ട്രോങ് ആസിഡുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സേഫ്റ്റി നോക്കുക, ഗ്ലൗസ് എന്തായാലും ധരിച്ചിരിക്കാം. അപ്പോൾ ഇതിൻ്റെ pH നോക്കുമ്പോൾ കണ്ട സ്ട്രോങ് ആസിഡാണ്. ഇതിനെ നമുക്കൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ വെള്ളം എടുത്ത് അതിലേക്ക് ആസിഡ് ഒഴിച്ചു കൊടുക്കുകയാണ് ഡൈല്യൂട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ ഡൈല്യൂട്ട് ചെയ്തെടുത്ത നമ്മുടെ ആസിഡിനെ ഇനി നമ്മുടെ താമരപ്പൂവിൻ്റെ ഇതള് നമ്മൾ ഡീകമ്പോസ് ചെയ്യാൻ വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതായത് ന്യൂട്രലൈസേഷൻ